कृष्णाय वासुदेवाय हरये परमात्मनि प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचंद्र स्वामिने नमः। यत्र यत्र रघुनाथ कीर्तनं तत्र तत्र कृतमस्तकाञ्जलि ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. നമ്മളെ യുദ്ധകാണ്ഡത്തിലത്തെ 5-ാം സർക്കത്തിലത്തെ യുദ്ധമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, യുദ്ധത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ 63-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താ വെച്ചാൽ, ഈ രാവണൻ്റെ രാക്ഷസന്മാരൊക്കെ ആന, കുതിര, തേര് ഇങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഇരുന്ന് 10 ദിക്കും മുഴങ്ങണ വിധം ഗർജിച്ച് അട്ടഹാസം ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്തു. രാക്ഷസന്മാരും വാനരശ്രേഷ്ഠന്മാരും ഞാൻ ജയിക്കണം എന്നുള്ള വാശിയോടെ അങ്ങടും ഇങ്ങടും പ്രഹരിക്കുകയും സാക്ഷാൽ മഹാവിഷ്ണുവിനെ ആയിരിക്കുന്ന ശ്രീരാമനാൽ കടാക്ഷിക്കപ്പെട്ട ഈ ദേവന്മാരുടെ അംശാവതാരായിട്ടുള്ള വാനരന്മാർ ശരിക്ക് ഭഗവാന്റെ കടാക്ഷം അവർ പതിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തന്നെ വീരന്മാരാണ്, അവർക്ക് അമൃതപാനം ചെയ്ത പോലെ നല്ല സന്തോഷവും പൂർവാധികം ബലവും അവർക്ക് അനുഭവപ്പെട്ടു. ഭഗവാന്റെ കടാക്ഷം അവരുടെ മേലിൽ പതിച്ചപ്പോൾ. കാരണം വാനന്മാരൊക്കെ ദേവന്മാരുടെ അംശാവതാരങ്ങളാണ്. അതായത് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചപ്പോൾ ഭഗവാനെ സഹായിക്കാൻ വേണ്ടി ദേവന്മാർ വാനന്മാരായി ജനിച്ചവരാണ്. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് അവരുടെ ശക്തിയൊക്കെ പൂർവാധികം വർദ്ധിച്ചു എന്നാണ്. ഇനി 64 സീതാഭിമർശപാശേ പാപേന രാവണേനാഭിപാലിതാൻ. അതൊരു വരി കേട്ടോ. ഹതശ്രീകാൻ ഹതബലാൻ രാക്ഷസൻ ജഘ്നുരോജസാ ശേഷേണ നിഹതം രാക്ഷസം ബലം. സീതാഭിമർശ പാപേന രാവണേന, സീതയെ സ്പർശിച്ച പാപം ഉള്ള രാവണൻ അഭിപാലിതാൻ രക്ഷിക്കപ്പെടുന്നവരും, അതായത് രാവണനാൽ രക്ഷിക്കപ്പെടുന്നവരും, ഹതശ്രീകാൻ അതായത് നഷ്ടപ്പെട്ട ശ്രീയോടുകൂടിയവരും, ഹതബലാൻ നഷ്ടപ്പെട്ട ബലത്തോടുകൂടിയ രാക്ഷസന്മാരെ ഓജസ ജഘ്നു ബലത്താൽ കൊന്നു തള്ളി, ചതുർത്ഥാം ശാവശേഷേണ അതായത് 4/1 ബാക്കിയേ രാക്ഷസന്മാരുണ്ടായുള്ളൂ. ബലം നിഹതം 4/1 അതായത് 3/4 രാക്ഷസന്മാരെയും കൊന്നു വീഴ്ത്തിട്ടു. അതായത് സീതയെ ബലാത്കാരമായിട്ട് തൊട്ടൂലോ, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപഹരിച്ച് കൊണ്ടുവരുമ്പോൾ എടുത്തും കൊണ്ടല്ലേ പോന്നാൻ. അപ്പോൾ സീതയെ ബലാത്കാരമായിട്ട് സീതയുടെ സമ്മതം ഇല്ലാണ്ട് സീതയെ തൊട്ടതുകൊണ്ട് രാവണൻ പാപിയായി. അങ്ങനത്തെ രാവണനാൽ ഭരിക്കപ്പെടുന്ന ശ്രീയും എല്ലാ ബലവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ രാക്ഷസ സൈന്യത്തിൻ്റെ 3/4 ഭാഗവും ശ്രീരാമൻ്റെ കടാക്ഷം കൊണ്ട് പൂർവാധികം ബലം വർദ്ധിച്ച വാനരന്മാർ നിഷ്പ്രയാസം രാവണൻ്റെ 3/4 ഭാഗവും സൈന്യത്തെ നശിപ്പിച്ചു എന്ന് പറയുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഇത്ര വേഗം പറ്റിയേച്ചാൽ, സീതയുടെ സമ്മതമില്ലാതെ സീതയെ തൊട്ട പാപം രാവണനുണ്ട്. അങ്ങനത്തെ മഹാപാപിയായ രാവണൻ്റെ അധീനതയിലുള്ള രാക്ഷസന്മാരാണ്. അവർക്ക് ഭഗവാന്റെ കടാക്ഷമൊന്നും കിട്ടിയതുമില്ല. അപ്പം എന്തായി, ഈ പാപത്തിൻ്റെ ശക്തി കൊണ്ട് അവരുടെ ബലവും വീര്യവും ഒക്കെ കുറഞ്ഞു. നേരെ തിരിച്ച് യുദ്ധത്തിൽ എതിർത്ത് നിൽക്കുന്നത് ആരാ? വാനരന്മാർ. അവർക്ക് ബലമൊക്കെ അധികമായി ഭഗവാന്റെ കടാക്ഷം കൊണ്ട്. രാവണൻ്റെ പാപം കൊണ്ട് ഇവരുടെ ബലം കുറയുകയും ചെയ്തു. അപ്പോൾ വാനരന്മാർ 3/4 ഭാഗം സൈന്യത്തെ നിഷ്പ്രയാസം കൊന്നുകളഞ്ഞു. സീതാഭിമർശ പാപേന രാവണേനാഭിപാലിതാൻ ഹതശ്രീകാൻ അതായത് ശ്രീ നശിച്ചവരെ, ഹതബലാൻ ഐശ്വര്യവും ശ്രീയൊക്കെ ബലമൊക്കെ നശിച്ചു. രാക്ഷസൻ ജഘ്നുരോജസ ചതുർത്ഥാംശാവശേഷേണ 3/4 ഭാഗവും, 1/4 ഭാഗേ ബാക്കി വെച്ചുള്ളൂ, അവശേഷിച്ചുള്ളൂ. 1/4 ഭാഗം സൈന്യം അവശേഷിച്ചുള്ളൂ.
നിഹതം രാക്ഷസം ബലം. രാക്ഷസൈന്യത്തെയൊക്കെ കൊന്നു, 3/4 ഭാഗവും. ഇനി 3 ശ്ലോകം. സ്വസൈന്യം നിഹതം ദൃഷ്ട്വാ മേഘനാദോധ ദുഷ്ടധീഃ ബ്രഹ്മദത്തവര ശ്രീമാൻ അന്തർധാനം ഗതോസുരാ സർവാസ്ത്രകുശലോ വ്യോമ്നി ബ്രഹ്മാസ്ത്രേണ സമന്തതഃ നാനാവിധാനി ശസ്ത്രാണി വാനരാനീകമർദയൻ വവർഷ ശരജാലാനി തദദ്ഭുതമിവാഭവത്. ഇനിയിപ്പോൾ എന്താ പറയണ? ഇങ്ങനെ 3/4 ഭാഗവും കൊല്ലപ്പെട്ടപ്പോൾ എന്തായി? സ്വസൈന്യം നിഹതം ദൃഷ്ട്വ, തൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് ദുഷ്ടധീഹി, മഹാദുഷ്ടനായിട്ടുള്ള ബ്രഹ്മദത്ത വര, ബ്രഹ്മാവിൻ ദാനം ചെയ്യപ്പെട്ട വരത്തോടു കൂടിയവനും, ബ്രഹ്മദത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് കൊടുത്ത വരത്തോടു കൂടിയവനും, സർവാസ്ത്രകുശല, സർവ അസ്ത്രങ്ങളും പ്രയോഗിക്കാനും തിരിച്ചെടുക്കാനും സമർത്ഥനും ആയിട്ടുള്ള ശ്രീമാൻ, നല്ല ഐശ്വര്യമുള്ള മേഘനാഥ അസുര, അതായത് രാവണൻ്റെ മകനായിട്ടുള്ള മേഘത്തിൻ്റെ ശബ്ദത്തോടു കൂടിയ അസുരൻ, വ്യോമ്നി അന്തർധാനം ഗത, ആകാശത്തിൽ അദൃശ്യനായിട്ട്, അതാണ് അന്തർധാനം ഗത, ആകാശത്തിൽ നിന്നിട്ട് ആർക്കും മേഘനാഥനെ കാണില്ല, മേഘനാഥനെ കാണില്ല, പക്ഷേ മേഘനാഥന് താഴത്തുള്ളവരെ കാണാം. അങ്ങനെ ആകാശത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട്, അതാണ് എന്താ പറഞ്ഞ വ്യോമിനി അന്തർധാനം ഗത പറഞ്ഞ, അതായത് ആകാശത്തിൽ അദൃശ്യനായിട്ട് നിന്നിട്ട് സമന്തത 4 ഭാഗത്തും ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കണം കേട്ടോ, ബ്രഹ്മാസ്ത്രേണ, ബ്രഹ്മാസ്ത്രത്തോടു കൂടി നാനാവിധാനി ശസ്ത്രാണി, പിന്നെയും പല 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 ദിവ്യാസ്ത്രങ്ങളും ഒക്കെ അറിയാം, വലിയ ശക്തനാണ്. ശരജാലാനി, പല ശരസമൂഹങ്ങളെയും വാനരാനീകം അർദ്ധയൻ, വാനസൈന്യത്തെ ഉപദ്രവിക്കുന്നവനായിട്ട് വർഷിച്ചു. വാനസൈന്യത്തിൻ്റെ മീതെ അല്ല, വാനസൈന്യത്തിന് നേരെ മേഘനാഥൻ ആകാശത്ത് അദൃശ്യനായി നിന്നിട്ട് ബ്രഹ്മാസ്ത്രം മാത്രമല്ല വേറെയും പല 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 അസ്ത്രങ്ങൾ അങ്ങോട്ട് വർഷിച്ചു. വർഷ എന്ന് പറഞ്ഞു, വർഷിച്ചു. തദ്ഭുതം ഇവ അഭവത്, അദ്ഭുതം എന്ന പോലെ ഭവിച്ചു. എന്താ പറഞ്ഞ്? അതായത് ഈ തൻ്റെ സൈന്യത്തിൻ്റെ 3/4 ഭാഗവും ഈ വാനരന്മാർ സംഹരിച്ചു, കൊന്നു തള്ളിയത് കണ്ടിട്ട് ഈ ദുർബുദ്ധിയായിട്ടുള്ള മേഘനാഥൻ എന്താ ചെയ്തത്? അവന് ബ്രഹ്മാവ് വരം കൊടുത്തിട്ടുണ്ട് പണ്ട്. മാത്രമല്ല സർവ്വാസ്ത്ര സമ്പന്നനാണ് അയാൾ. അങ്ങനെ സർവ്വാസ്ത്രങ്ങളെപ്പറ്റിയും നല്ല സാമർഥ്യം ഉപയോഗിക്കാൻ സാമർഥ്യമുള്ള സർവാസ്ത്ര സമ്പന്നനായിട്ടുള്ള ആ മേഘനാഥൻ ആകാശത്തിൽ അദൃശ്യനായിട്ട് നിന്നിട്ട് ബ്രഹ്മാസ്ത്രം മാത്രമല്ല അതിൻ്റെ കൂടെ പലവിധ അസ്ത്രങ്ങളും വാനരന്മാരിലും രാമനിലും ലക്ഷ്മണനിലും ഒക്കെ അങ്ങോട്ട് വർഷിച്ചു. വാനരന്മാരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ആളെ കാണില്ല, അത്ര അസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ ഇങ്ങനെ വർഷിക്കുക പറഞ്ഞാൽ എങ്ങനെ? മഴ പോലെ വീഴുക അല്ലേ? അപ്പോൾ ആളെന്നെ കാണില്ല, അത്ര വർഷങ്ങൾ വർഷിച്ചു. മായാവിയാണ്. കാണികൾക്കൊക്കെ അത്ഭുതമായി, എങ്ങനെ ഇങ്ങനെ? അതായത് അസംഖ്യം അസ്ത്രങ്ങൾ ഒരു സമയത്ത് ഈ വാനര സൈന്യത്തിൻ്റെയും ശ്രീരാമൻ ലക്ഷ്മണൻ്റെ മേല് വർഷിച്ചു. കാണികൾക്കൊക്കെ അത്ഭുതമായി. അതാണ് പറഞ്ഞത്, അത്ഭുതം ഇവാണ്. അതായത് മായാവികളാണ് രാക്ഷസന്മാർ, നല്ല മായാവികളാണ്, പല മായാസൂത്രങ്ങളുണ്ട്. അങ്ങനെ വർഷിച്ചു. സ്വസൈന്യം നിഹതം ദൃഷ്ട്വാ മേഘനാദോധ ദുഷ്ടധീഃ ബ്രഹ്മദത്ത വര, ബ്രഹ്മാവ് കൊടുത്ത വരെ, ശ്രീമാൻ അന്തർധാനം ഗതോസുര, അന്തർധാനം അദൃശ്യനായിട്ട് നിന്നിട്ട്, അതായത് ആർക്കും മേഘനാഥനെ കാണില്ല. സർവാസ്ത്രകുശല, സർവാസ്ത്ര സമ്പന്നനാണ് പറഞ്ഞില്ലേ. വ്യോമ്നി ബ്രഹ്മാസ്ത്രേണ സമന്തത, ബ്രഹ്മാസ്ത്രത്തോടൊപ്പം നാനാവിധാനി ശസ്ത്രാണി, പലവിധം അസ്ത്രങ്ങളും, വാനരാനീകമർദ്ദയൻ, വാനന്മാരെ ഉപദ്രവിച്ചുകൊണ്ട് വർഷിച്ചു. ശരജാലാനി തദ്ഭുതമിവാഭവത്, അത്ഭുതാവുന്ന പോലെ വർഷിച്ചു. ഇനി 68ഉം 69ഉം പിന്നെ ഒരു വരി മറ്റേ തന്നെ കേട്ടോ. രാമോപി മാനയൻ ബ്രാഹ്മമസ്ത്രമസ്ത്രവിദാംബര 68. ക്ഷണം തൂഷ്ണീമുവാസാധ ദദർശ പതിതം ബലം വാനരാണാം രഘുശ്രേഷ്ഠച്ചുകോപാനലസന്നിഭ ചാപമാനയ സൗമിത്രേ ബ്രഹ്മാസ്ത്രേണ ആസുരം ക്ഷണാൽ
ഭസ്മീകരോമി മേ പശ്യ ബലമദ്യ രഘൂത്തമ. അസ്ത്രവിദംബരഃ രാമ അപി, അതായത് അസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും കേമനായിട്ടുള്ള രാമനും, അല്ലേ, രാമനെ പോലെ അസ്ത്രവിദഗ്ധൻ ആരുമില്ല. എന്തായാലും അസ്ത്രവിദഗ്ധന്മാരിൽ ഏറ്റവും ഉത്തമനായ രാമനും ബ്രഹ്മം അസ്ത്രം ആനയൻ, ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചു. പക്ഷെ ബ്രഹ്മാവിൻ്റെ ആയതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അസ്ത്രത്തെ ഒന്ന് മാനിച്ചു. പിന്നെ അതിനോട് രാമന് അത് എതിർക്കാൻ പറ്റാനിട്ടല്ല, ബ്രഹ്മാവിനോടുള്ള ബഹുമാനം കൊണ്ട് അതിനെ മാനിച്ച് ക്ഷണം തൂഷ്ണിം ഉവാസ, കുറച്ച് സമയം അതിനെ മാനിച്ച് തിരിച്ചൊന്നും ചെയ്തില്ല. പിന്നെയോ അഥ വാനരാളാം ബലം പതിതം ദശ. അപ്പോൾ വാനരന്മാരിങ്ങനെ അനവധി വീണത് കണ്ടു, മരിച്ചു വീണത് കണ്ടപ്പോൾ സൗമിത്രേഹേ ചാപം മാനയ. അപ്പം പറഞ്ഞു, അയ്യോ അത് കണ്ടപ്പോൾ ശ്രീരാമന് പിന്നെ ബ്രഹ്മാസ്ത്രത്തിനെ മാനിച്ച് ഇനി നിൽക്കണില്ല, കുറച്ചു നേരം നിന്നു, ഇനി അത് പറ്റില്ല എന്ന് മനസ്സിലായിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ വില്ലു കൊണ്ടുവരൂ പറഞ്ഞു. ബ്രഹ്മാസ്ത്രേണ അസുരം ക്ഷണാൽ ഭസ്മീകരോമി, ഞാൻ ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അസുരനെ ഞാൻ ക്ഷണത്തിൽ ഭസ്മമാക്കട്ടെ. രഘൂത്തമ അദ്യമേ ബലം പശ്യ, രഘുശ്രേഷ്ഠ ഇപ്പോൾ എൻ്റെ ബലത്തെ കണ്ടാലും. അതായത് എന്താ അറിയോ, അസ്ത്രം അങ്ങേയറ്റം അസ്ത്രത്തിൽ സമർത്ഥനാണ് രാമൻ. ആ രാമനും അല്പനേരം കുറച്ചു നേരം ആ ബ്രഹ്മാസ്ത്രത്തെ അമ്മാനിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരുന്നു. പിന്നെ ഈ വാനര സൈന്യങ്ങളിൽ 4 ഭാഗത്തും ചത്തു വീണത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മണ വില്ലെടുക്കൂ, ബ്രഹ്മാസ്ത്രം കൊണ്ട് ഞാൻ രാക്ഷസന്മാരെ ഇപ്പം ഭസ്മാക്കും. ഹേ ലക്ഷ്മണ, നിനക്ക് ഇപ്പം എൻ്റെ ബലം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ശ്രീരാമൻ. രാമോപിമാനയൻ ബ്രാഹ്മം അസ്ത്രമസ്ത്രവിദം വരഹ ക്ഷണം തൂഷ്ണീമുവാസാധ. അതാണ് ക്ഷണം തൂഷ്ണീം, കുറച്ചു നേരം മിണ്ടാതിരുന്നു. ദദർശപതിതം ബലം, പിന്നെ ഇവർ വീണത് കണ്ടപ്പോൾ വാനരാണം രഘുശ്രേഷ്ഠ ചുകോപാനല സന്നിഭ. വാനന്മാർ വീണത് കണ്ടപ്പോൾ രഘുശ്രേഷ്ഠൻ ദേഷ്യപ്പെട്ടിട്ട് ചാപമാനയ സൗമിത്രേ, ലക്ഷ്മണ ചാപം കൊണ്ടുവരൂ, ബ്രഹ്മാസ്ത്രേണാസുരം ക്ഷണാൽ, ബ്രഹ്മാസ്ത്രം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഭസ്മീകരോമി, അവരൊക്കെ ഭസ്മാക്കാം. മേ പശ്യ കണ്ടോളൂ, ബലമദ്യ രഘൂത്തമ, എൻ്റെ ബലം നീ കണ്ടോളൂ എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. മേഘനാദോപി തശ്രുത്വാ രാമവാക്യമതന്ത്രിതഃ തൂർണം ജഗാമനഗരം മായയാ മായികോസുരഃ. മേഘനാഥാപി, മേഘനാഥനത് കേട്ടു ഭഗവാൻ ലക്ഷ്മണനോട് പറയണതേ. തത് രാമവാക്യം ശ്രുത്വ, ആ രാമവാക്യത്തെ കേട്ടിട്ട് അതന്ത്രിത, നല്ല ജാഗ്രതയോട് കൂടിയിട്ട്, അതായത് മടിയില്ലാതെ ഉറക്കമില്ലാതെ എന്നൊക്കെ പറയാം, അതായത് ഒരു മടിയില്ലാണ്ട് ജാഗ്രതയായിട്ട് മായയാ തൂർണം നഗരം ജഗാമ, മായ കൊണ്ട് വേഗം ആരും കാണാതെ നഗരത്തെ പ്രാപിച്ചു. അതായത് മേഘനാഥനും ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ ആ വാക്ക് കേട്ടു. അപ്പോൾ വേഗം ഒട്ടും താമസിക്കാതെ നല്ല ജാഗ്രതയായിട്ട് അദൃശ്യനായിട്ട് തന്നെ, ആരും കാണാത്ത വിധത്തിൽ തന്നെ നഗരത്തെ പ്രാപിച്ചു. ഇനി മേഘനാഥോപി തശ്രുത്വാ രാമവാക്യമതന്ത്രിതഃ തൂർണം ജഗാമനഗരം മായയാ മായികോസുര. ഇനി 3 ശ്ലോകം. പതിതം വാനരാനീകം ദൃഷ്ട്വാ രാമോദി ദുഃഖിതഃ ഉവാച മാരുതിം ശീഘ്രം ഗത്വാ ക്ഷീരമഹോദധിം തത്തദ്രോണഗിരിർനാമ ദിവ്യൗഷധി സമുദ്ഭവഃ സമാനയദ്ദുതം ഗത്വാ സംജീവയ മഹാമതേ വാനരൗഖാൻ മഹാസത്വാൻ കീർത്തിസ്തേ സുസ്ഥിരാ ഭവേദ് ആജ്ഞാപ്രമാണമിത്യുക്ത്വാ ജഗാമാനിലനന്ദന. വാനരാനീകം പതിതം ദൃഷ്ട്വ, വാനര സൈന്യം ഇങ്ങനെ കണക്കില്ലാതെ വീണു. അത് കണ്ടിട്ട് അതിദുഃഖിത രാമ, ദുഃഖിതനായിട്ടുള്ള രാമൻ എല്ലാം നടിക്കുകയാണ്, ഭഗവാനെ എല്ലാം അറിയാലോ. മാരുതിം ഉവാച, ഹനുമാനോട് പറഞ്ഞു, എന്താ? ക്ഷീരമഹോദധിം ശീഘ്രം ഗത്വ, പാലാഴിയെ വേഗം കടന്ന് തത്ര ദിവ്യൗഷധി സമുദ്ഭവ, അവിടെ ദിവ്യമായ ഔഷധത്തിൻ്റെ ഔഷധങ്ങൾ നിൽക്കണ ദ്രോണഗിരി നാമ, ദ്രോണം എന്ന പേരായിട്ടുള്ള പർവ്വതത്തിലെ ദിവ്യ ഔഷധങ്ങളുണ്ട്. പാലാഴി വേഗം ക്രോസ് ചെയ്ത് പൊക്കോളൂ. അവിടെ ദ്രോണം എന്ന പേരായൊരു പർവ്വതമുണ്ട്. അവിടെ
ദിവ്യ ഔഷധങ്ങളുടെ ചെടികളുണ്ട്. ദ്രുതം ഗത്വ സമാനയ, വേഗത ചെന്ന് കൊണ്ടുവരൂ. മഹാസത്വാൻ വാനരൗഖാൻ, മഹാബലവാന്മാരായ വാനര സമൂഹങ്ങളെ സംജീവയ, എന്നിട്ട് ജീവിപ്പിച്ചാലും. മഹാമതേ തേ കീർത്തി, ബുദ്ധിമാനായിട്ടുള്ള ഹനുമാനെ നിൻ്റെ കീർത്തി സുസ്ഥിരാഭവേൽ, നിനക്കതുകൊണ്ട് കീർത്തി ഉണ്ടാവും. ആജ്ഞാപ്രമാണം ഇത്യുക്ത, കൽപ്പന അങ്ങയുടെ കൽപ്പന പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അനിലനന്ദന ജഗാമ, വായുപുത്രൻ അപ്പം തന്നെ പുറപ്പെട്ടു. എന്താ പറഞ്ഞ്, ഈ വാനര സൈന്യം കണക്കില്ലാതെ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ രാമന് ദുഃഖമായിട്ട് ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ നീ വേഗം ആ പാലായുടെ തീരത്ത് പോകണം. എന്നിട്ട് അവിടെ ദ്രോണം എന്ന് പറഞ്ഞിട്ടൊരു പർവ്വതമുണ്ട്, അതിൽ ദിവ്യ ഔഷധങ്ങളുണ്ട്. അത് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്താൽ അത് വാസനിച്ചാൽ തന്നെ ഈ മരിച്ചുപോയ വാനന്മാർക്കൊക്കെ ജീവൻ ലഭിക്കും. അതുകൊണ്ട് ആ ദിവ്യ ഔഷധികളുണ്ട് അവിടെ, വേഗം അത് കൊണ്ടുവന്ന് മഹാബലവാന്മാരായ ഈ വാനന്മാരുടെ സംഘത്തെയൊക്കെ നീയെ പുനർജീവിപ്പിക്കണം. ഇങ്ങനൊരു കാര്യം നീ ചെയ്താൽ നിൻ്റെ കീർത്തി ലോകത്തിൽ എന്നും നശിക്കാതെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ ഒരു സംശയം ഉണ്ടായില്ല. കൽപ്പനപ്രകാരം തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഹനുമാൻ ഈ എന്താ പറയുക, ഈ പാലക്കടൽ തീരത്തേക്ക് പോയി എന്നാണ് അതിൽ പറഞ്ഞത് അല്ലേ. പതിതം വാനരാനീകം ദൃഷ്ട്വാ രാമോദി ദുഃഖിതഃ ഉവാച മാരുതിം ശീഘ്രം ഗത്വാ ക്ഷീരമഹോദതിം. പാലക്കടൽ തീരത്താണ് ദ്രോണപർവ്വതേ. തത്ര ദ്രോണഗിരിർനാമ ദിവ്യൌഷധി സമുദ്ഭവ. ദ്രോണഗിരിയിൽ ദിവ്യൌഷധങ്ങളുണ്ട്. സമാനയ കൊണ്ടുവരുന്ന, ദ്രുതം വേഗം, ഗത്വ പോയിട്ട് വേഗം കൊണ്ടുവരൂ, സംജീവയ മഹാമതേ വാനന്മാരെയൊക്കെ ജീവിപ്പിക്കൂ. വാനരൗഖാൻ മഹാസത്വാൻ, ഈ വീണ് കിടക്കണ വലിയ വലിയ വാനന്മാരെ ജീവിപ്പിക്കൂ. കീർത്തിസ്തേ സുസ്ഥിരാ ഭവേത്, അങ്ങയുടെ കീർത്തി എന്നും നശിക്കാതിരിക്കും. ആജ്ഞാപ്രമാണമിത്യുക്ത, ശരി അങ്ങനെ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജഗാമാനിലനന്ദന, വായുപുത്രൻ അപ്പം തന്നെ പാലക്കാട് തീരത്തേക്ക് പോയി. ഇനി 74 75. ആനീയ ചകിരം സർവാൻ വാനരാൻ വാനരർഷഭഃ ജീവിയിത്വാ പുനസ്തത്ര സ്ഥാപയിത്വാ യയൗ ദ്രുതം. പൂർവവദ്ഭൈരവം നാദം വാനരാണാം ബലൗഖതഃ ശ്രുത്വാ വിസ്മയമാപന്നോ രാവണോ വാക്യമബ്രവീത്. ഗിരിം ആനീയ, ആ പർവ്വതത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് സർവാൻ വാനരാൻ ജീവയിത്വ, തിരിച്ച് അത് കൊണ്ടുവന്നിട്ട് സർവാൻ എല്ലാ വാനന്മാരെയും ജീവിച്ചിട്ട് പുനഃ വാനരർഷഭ പിന്നെയും വാനരശ്രേഷ്ഠൻ തത്ര സ്ഥാപയിത്വ അവിടെ സ്ഥാപിച്ചിട്ട് ദ്രുതം ആയോ വേഗം പോയി. വാനരാണാം ബലൗഖത വാനന്മാരുടെ സൈന്യ സമൂഹത്തിൽ നിന്ന് ഭൈരവം നാദം എന്നിട്ട് ഭയങ്കരമായിട്ട് ഗർജിച്ചു. പൂർവബൽ ശ്രുത്വ, അതായത് എല്ലാവരും ജീവിപ്പിച്ചു, എന്നിട്ട് അങ്ങോട്ട് ഉറക്കെ ഗർജിച്ചു. അപ്പോൾ മുമ്പത്തെ പോലെ വാനന്മാരുടെ ശബ്ദം കേട്ടിട്ട് വിസ്മയം ആപന്ന, ഇത്രയും വാനന്മാരെ കൊന്നു, പിന്നെ എങ്ങനെ ആദ്യം ഇവരൊക്കെ നീട്ടിട്ട് ശബ്ദം കേട്ടെന്ന് അത്ഭുതപ്പെട്ടിട്ട് രാവണൻ വാക്യം അബ്രവീത്, വാക്യത്തെ പറഞ്ഞു. രാവണൻ്റെ പേടിയായി. ഹനുമാൻ ആ മരുന്ന് മല ദ്രോണപർവ്വതം അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മരിച്ചു കിടക്കണ എല്ലാ മഹാകായന്മാരായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള എല്ലാ വാനന്മാരെയും അങ്ങോട്ട് ജീവിപ്പിച്ചു. എന്നിട്ട് രണ്ടാമതും ആ മലയെ അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് വേഗം മടങ്ങി വന്നു. ഒക്കെ ഭയങ്കര സ്പീഡല്ലേ ഭഗവാൻ. ഹനുമാൻ എന്താ കഥ അല്ലേ, വായുപുത്രനല്ലേ, എത്ര വേഗത്തിൽ പോകാൻ പറ്റും. കൊണ്ടുവന്നു, ഇവരെ ജീവിപ്പിച്ചു, മല അങ്ങടനെ കൊണ്ടച്ചു, തിരിച്ചു വന്നു. എന്നിട്ട് വാനര സൈന്യ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഉറക്കം കിട്ടി ഗർജിച്ചു, മുമ്പത്തെ പോലെ തന്നെ പേടിയില്ലാതെ. അത് കേട്ടപ്പോൾ രാവണൻ അത്ഭുതമായി. ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇത്ര ആളെ കൊന്നിട്ട് ഇപ്പോൾ അത് ആദ്യം ഇവർ വന്നു ലഹളയ്ക്ക്. രാവണൻ ആശ്ചര്യഭരിതനായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇനി അടുത്തത്. ആനീയ ചകിരം സർവാൻ വാനരാൻ വാനരർഷഭഃ
ജീവിത്വാ പുനസ്തത്ര സ്ഥാപയിത്വാ യയൗ ദ്രുതം. വേഗാങ്കടനെ കൊണ്ടെന്ന് പർവ്വതേ പൂർവത് ഭൈരവം നാദം വാനരാണമ്പലൗഖത. പിന്നെ ഈ ബലവാന്മാരായ വാനന്മാരുടെ ഇടയ്ക്ക് നിന്ന് ആദ്യം ഗർജിച്ച പോലെ തന്നെ ഗർജിച്ചു. ശ്രുത്വാ വിസ്മയമാപന്നു. അത് കേട്ട് വിസ്മയപ്പെട്ട് രാവണോ വാക്യമബ്രവീത്. രാവണൻ ഇപ്രകാരം പറഞ്ഞു. ഇനി 3 ശ്ലോകം കൂടി ചെയ്താൽ നിർത്താം. 76, 77, 78 വായിക്കാം. രാഘവോ മേ മഹാൻ ശത്രു പ്രാപ്തോ ദേവവിനിർമ്മിതഃ ഹന്തും തം സമരേ ശീഘ്രം ഗച്ഛന്തു മമ യൂഥപാഃ മന്ത്രിണോ ബാന്ധവാഃ ശൂരാ യേ ച മൽപ്രിയകാംക്ഷിണഃ സർവേ ഗച്ഛന്തു യുദ്ധായ ത്വരിതം മമ ശാസനാത് യേന ഗച്ഛന്തി യുദ്ധായ ഭീരവ പ്രാണവിപ്ലവാത് താൻ ഹനിഷ്യാമ്യഹം സർവാൻ മച്ഛാസനപരാങ്മുഖാൻ. ദേവവിനിർമ്മിത, ദേവന്മാരാൽ ജനിപ്പിക്കപ്പെട്ട മേ മഹാൻ ശത്രു രാഘവപ്രാപ്ത, എൻ്റെ മഹാശത്രു. ദേവന്മാരുടെ പ്രാർത്ഥന അനുസരിച്ചിട്ട് ഭഗവാൻ അവതരിച്ചതാണല്ലോ. അതാണ് ദേവന്മാരാൽ ജനിപ്പിക്കെന്ന് പറഞ്ഞത്, ദേവനിർമ്മിത പറഞ്ഞത്. ആ എൻ്റെ മേ മഹാൻ ശത്രു രാഘവ പ്രാപ്ത, എൻ്റെ മഹാശത്രുവായ രാമൻ അവിടെ എത്തിയിരിക്കുന്നു. തം സമരേ ശീഘ്രം ഹന്തു, അവനെ യുദ്ധത്തിൽ വേഗം കൊല്ലാനായിക്കൊണ്ട് മമ യൂഥപാഹ, എൻ്റെ സൈന്യാധിപതികളും സൈന്യത്തിൻ്റെ അധിപന്മാരും മന്ത്രിണ ബാന്ധവ, മന്ത്രികളും ബന്ധുക്കളും മൽപ്രിയ കാംക്ഷിണ യേ ശൂര, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ശൂരന്മാരും മമ ശാസനാൽ, എൻ്റെ ആജ്ഞ അനുസരിച്ച് സർവേ യുദ്ധായ ത്വരിതം ഗച്ഛന്തു, സകലരും എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും, എല്ലാ രാക്ഷസന്മാരും യുദ്ധത്തിനായിക്കൊണ്ട് വേഗം പോട്ടെ. കാരണം നമുക്ക് കൊല്ലണം ഇയാളെ, അല്ലെങ്കിൽ ഇയാളെ എൻ്റെ അന്തകനായിട്ട് വന്നിറക്കുക. അപ്പോൾ ഇയാളെ കൊല്ലണം, അല്ലെങ്കിൽ രാക്ഷസവംശം മുഴുവൻ നശിക്കും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കണ എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങട്ടെ, പിന്നെ ഗമിക്കട്ടെ. പ്രാണവിപ്ലവാൽ യേ ഭീരവാന്ന് ഗച്ഛന്തി, പ്രാണനാശം ഭയന്നിട്ട് ആരാണ് യുദ്ധത്തിന് പോവാത്തത്? അവര് മച്ഛാസന പരാങ്മുഖാൻ സർവാൻ, എൻ്റെ കൽപ്പന കേൾക്കാതെ അവരെ മുഴുവൻ, അതായത് നിർബന്ധമായിട്ട് പറയണം പോകണമെന്ന്. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോകണം തന്നെ അർത്ഥം. എന്താ പറയണ പിന്നത്തെ വാക്കിൽ എന്താ പറയണ? എൻ്റെ കൽപ്പന കേൾക്കാത്തവർ വല്ലവരുണ്ടെങ്കിൽ അവരെ മുഴുവൻ സർവാൻ താൻ അഹം ഹനിഷ്യാമി, ഞാൻ കൊല്ലുന്നു. അതിൻ്റെ അർത്ഥം അതായത് നിർബന്ധമാണ് അത് പോകണം എന്നുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊക്കോളൂന്നൊന്നുമല്ല, മാൻഡേറ്ററിയാണ്. ദേവന്മാരെ എന്നെ സംഹരിക്കാൻ വേണ്ടിയിട്ട് ജനിപ്പിച്ചതാണ് ഈ രാമൻ. അപ്പം ഈ എൻ്റെ മഹാശത്രുവായിട്ടുള്ള രാമൻ എന്താ അപ്പം എന്നെ കൊല്ലാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് അവനെ യുദ്ധത്തിൽ കൊല്ലാനായിട്ട് എൻ്റെ സകല സേനാപതികളും മന്ത്രിമാരും ബന്ധുക്കളും എനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എൻ്റെ കൽപ്പന അനുസരിച്ച് ഇപ്പം തന്നെ യുദ്ധത്തിന് പോകണം. ഈ മരിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട്, യുദ്ധത്തിൽ മരണം സംഭവിക്കാലോ, അപ്പോൾ പ്രാണൻ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഭയം കൊണ്ട് ആരെങ്കിലും എൻ്റെ കൽപ്പനയ്ക്കെതിരായിട്ട് യുദ്ധത്തിന് പോകാതിരുന്നാൽ അവരെ ഞാൻ എന്തായാലും കൊല്ലും. പിന്നെ പോകാണ്ടിരുന്നിട്ട് കാര്യമില്ല, രാവണൻ്റെ കൈ കൊണ്ട് മരിക്കാം. അപ്പോൾ ആരാണ് എൻ്റെ കൽപ്പന അനുസരിച്ച് യുദ്ധത്തിന് പോവാതിരിക്കുന്നവരെ, അവരെ ഞാൻ തീർച്ചയായും വധിക്കും. ഇതാണ് രാവണൻ പറഞ്ഞത്. അത്ര പേടിക്കുന്നു. അപ്പോൾ നമുക്ക് 76, 77, 78 വായിച്ച് ഇന്ന് നിർത്താം. രാഘവോ മേ മഹാൻ ശത്രു പ്രാപ്തോ ദേവവിനിർമ്മിതഃ ഹന്തും തം സമരേ ശീഘ്രം ഗച്ഛന്തു മമ യൂഥപാഃ മന്ത്രിണോ ബാന്ധവാഃ ശൂരാ യേ ച മൽപ്രിയകാംക്ഷിണഃ സർവേ ഗച്ഛന്തു യുദ്ധായ ത്വരിതം മമ ശാസനാത് യേന ഗച്ഛന്തി യുദ്ധായ ഭീരവ പ്രാണവിപ്ലവാത് താൻ ഹനിഷ്യാമ്യഹം സർവാൻ മച്ഛാസനപരാങ്മുഖാൻ. ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.